രാജപുരം തിരുക്കുടുംബ ഫോറ ദേവാലയം മൃഗീയമായി താലിബാൻ മോഡലിൽ ഉത്തരേന്ത്യയിൽ ക്രിസ്ത്യാനികളുടെ ദേവാലയങ്ങൾ തകർക്കുന്ന മാതിരി തകർത്തതിനുള്ള പ്രതിഷേധം അതിരൂപത നേതൃത്വത്തെയും ഇവിടുത്തെ വികാരി ലോഹത്തൊഴിലാളി ലോഹയിട്ട ഗുണ്ടയുടെ ഗൂഢാലോചനകൾ കുറ്റവിചാരണ നടത്തുന്നതിനും ഈ പ്രതിഷേധ ജ്വാല ഉദ്ഘാടനം ചെയ്യുന്ന പ്രിയങ്കരനായ പ്രൊഫസർ മാത്യു പ്രായ സാറേ, KCCയുടെ കൈപ്പുഴ ഫോറ പ്രസിഡന്റ് CV പഴയമ്പള്ളി, കടുത്തുരുത്തി ഫോറ പ്രസിഡന്റ് എബ്രാഹാം കുരിക്കോട്ടിൽ, ചുങ്ക ഫോറ പ്രസിഡന്റ് ബെന്നി ഇല്ലിക്കൽ, ഉഴവൂർ ഫോറ പ്രസിഡന്റ് എബ്രാഹാം വെളിയത്ത്, പറവം ഫോറ പ്രസിഡന്റ് മോൻസി കുടിലിൽ, സമുദായ നേതാവ് ബിജു വാണിയമ്പരക്കിൽ, പ്രിയ സ്റ്റീഫൻ മുരിക്കുന്നേൽ, അഡ്വക്കേറ്റ് KT ജോസഫ് സാർ അടക്കമുള്ള വേദിയിലും സരസിനുമുള്ള നേതാക്കളെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, ഭാരതപ്പുഴയുടെ വടക്ക് ആദ്യമായി സ്ഥാപിച്ച സുറിയാനി ആരാധനാക്രമത്തിൽ ആരംഭം നമ്മുടെ തലപ്പള്ളി 1943 കുടിയേറ്റ കാലത്ത് രാജപുരത്ത് ഫെബ്രുവരി മാസത്തിലും മടമ്പത്ത് മെയ് മാസത്തിലും നമ്മൾ കുടിയേറിയെങ്കിലും മടമ്പത്ത് ഈ സുറിയാനി ആരാധനാക്രമത്തിന് പല തടസ്സങ്ങളുണ്ടായിരുന്നു. രാജപുരത്ത് തടസ്സങ്ങളില്ലായിരുന്നു. അങ്ങനെയാണ് ഭാരതപ്പുഴയ്ക്ക് വടക്കോട്ട് സീറോ മലബാർ സഭ രാജപുരം വരെ വ്യാപിച്ചു എന്ന് പറയുന്നത്. ഷെഡുകളിലും സ്കൂളിലുമൊക്കെയായി ദേവാലയ ശുശ്രൂഷ നടന്നപ്പോൾ പുതിയ ഒരു ദേവാലയം എന്ന ആശയം രൂപപ്പെടുകയും 1953 നവംബർ 28 കർദിനാൾ മാർ ടെസറൻ്റ് തറക്കല്ലിട്ട ദേവാലയമാണ് പണ്ടാരശ്ശേരിയും കൂട്ടരും തച്ചുടച്ചത്. പുതിയ പള്ളി തറക്കല്ലിട്ടത് പണ്ടാരശ്ശേരിയാണ്. 9 വർഷത്തെ അധ്വാനം 500 വർഷമെങ്കിലും നീണ്ടു നിൽക്കണമെന്നുള്ള ഉദ്ദേശത്തിൽ പുന്നത്തറ പള്ളിയുടെ മാതൃകയിൽ, കുരിശാകൃതിയിൽ അരുവത്തറ പള്ളിയുടെ മാതൃകയിൽ, കോട്ടയം കത്തീഡ്രലിൻ്റെ മോടിയിൽ, പ്രൗഢിയിൽ 9 വർഷം കൊണ്ട് 1962 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിനത്തിൽ കോട്ടയം മെത്രാനായിരുന്ന മാർ തോമസ് തറയിൽ പിതാവ് കൂദാശ കർമ്മം നിർവഹിച്ച പള്ളിയാണ് ഇന്ന് ഗുണ്ടകൾ തച്ചുടിച്ചത്. 1968 ഫെബ്രുവരി രജത ജൂബിലി ആഘോഷിച്ചപ്പോൾ 25 ഈ പള്ളി ഫോറന പള്ളിയായിട്ട് ഉയർത്തുകയും ജൂബിലി സ്മാരകമായിട്ട് നിർമ്മിച്ച കുരിശുപള്ളി ഇന്ന് പ്രൗഢശോഭയോടെ രാജപുരത്ത് നിലകൊള്ളുന്നു. രാജപുരം പള്ളിയുടെ നിർമ്മാണ സമയത്തെ വികാരിയായിരുന്ന ഫാദർ പിലിപ്പ് ചെമ്മലക്കുഴിയെയും ഷെബിലെ വിജയ ജോസഫ് സാറിനെയും അന്ന് സേവനം ചെയ്ത സന്യസ്തരെയും ഒക്കെ നന്ദിയോടെ ഓർമ്മിക്കുന്നു. സാമ്പത്തിക പരാധീനത കൊണ്ട്, ദാരിദ്ര്യം കൊണ്ട്, രോഗങ്ങൾ കാരണം 9 വർഷം നീണ്ടുനിന്ന ഈ നിർമ്മാണ പ്രക്രിയ കൊണ്ടാണ് ഇത് പൂർത്തിയാക്കിയത്. രാജപുരം കുടിയേറ്റത്തിലെ 72 കുടുംബക്കാരും അവർ ചുള്ളിക്കര മുതൽ കോളിച്ചാല വരെ വ്യാപിച്ചു കിടക്കുന്നു. അതിനുശേഷം കുടിയേറിയവരും എണ്ണപ്പാറ മുതൽ പാണത്തൂർ വരെയും വെള്ളരിക്കുണ്ട് മുതൽ ബന്ദരക്കൽ വരെയുള്ളവരും കത്തോലിക്ക വിശ്വാസികളും ഈ നാട്ടിലെ നാനാജാതി മനസ്സരായ ആളുകളുടെ സഹായങ്ങളും കൊണ്ടാണ് ഈ പള്ളി അന്ന് പൂർത്തിയാക്കാൻ കഴിഞ്ഞത്. ഒരു ഉദാഹരണം, രാജപുരം പള്ളിയിൽ അൽത്താരയിൽ വെച്ചിട്ടുള്ള തിരുക്കുടുംബം രൂപം 10 കിലോമീറ്റർ അകലെയുള്ള ബളാലിലെ തേക്കിൻകാട്ട് ജോസഫ് ചേട്ടൻ നൽകിയതാണ്. അദ്ദേഹം ഈ ഇടവക അംഗമല്ല. അതുപോലെ മരങ്ങളും ബാക്കി സാമ്പത്തിക സഹായങ്ങൾക്കൊക്കെ തന്ന നാനാജാതി മനസ്സരായ സുമനസ്സുകളാണ്. 1962 ഈ കാലയളവിൽ ഈ പള്ളി വെഞ്ചരിച്ച സമയത്ത് കൊട്ടോടി, അയറോഡ്, പിണ്ടിക്കടവ്, ചുള്ളിക്കര, കള്ളാറിൻ്റെ പകുതി ഭാഗമുള്ള ആൾക്കാർക്ക് ഈ പള്ളിയിൽ ആവശ്യത്തിന് സ്ഥല സൗകര്യം ഉണ്ടായിരുന്നു. അന്നൊരു വീട്ടിൽ 8-10 പിള്ളേരെ ഉണ്ടായിരുന്നു. അവരൊക്കെ വേറെ പള്ളി വെച്ച് ഇന്ന് കൊട്ടോടിയിൽ പള്ളിയുണ്ട്, അയറോട്ട് പള്ളിയുണ്ട്, ചുള്ളിക്കരയിൽ പള്ളിയുണ്ട്, കള്ളാറ് പള്ളിയൊക്കെ ആയിപ്പോയി. ജനസംഖ്യ കുറഞ്ഞു വരുന്നു. രാജപുരത്തെ കുടുംബങ്ങളുടെ എണ്ണം തന്നെ 350 താന്നിരിക്കുന്നു. അപ്പോൾ രാജപുരം പള്ളിക്ക് സൗകര്യം പോരാ, പ്രൗഢി പോരാ എന്ന് ഉള്ള വാദമാണ്. ലോകാത്ഭുതമായ താജ്മഹൽ ആഗ്രയിൽ സ്ഥിതി ചെയ്യുന്നു. അതിന് ചില ഭാഗങ്ങൾ കേടുവന്നു, മാർബിളിൻ്റെ ഭംഗി കുറഞ്ഞു എന്ന് പറഞ്ഞ് പൊളിച്ചു കളഞ്ഞില്ല. മലബാറിലെ എല്ലാ കുടിയേറ്റക്കാരും പോകുന്ന മാഹിപ്പള്ളി റിപ്പയർ ചെയ്ത് നിലനിർത്തുകയാണ് ചെയ്യുന്നത്. ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ രാജപുരം സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങിയപ്പോൾ അവരുടെ മനസ്സിൽ പതിഞ്ഞ ദേവാലയം, അവർ ആദ്യമായി വന്ന് മുട്ടുകുത്തി പ്രാർത്ഥിച്ച ദേവാലയം,
നാനാജാതി മതസ്ഥർ പെരുന്നാളിന് വന്ന് കഴുന്നെടുത്ത് പ്രാർത്ഥിച്ച ദേവാലയം, ഭാരതപ്പുഴയുടെ വടക്കോട്ട് സുറിയാനി ക്രിസ്ത്യരുടെ തലപ്പള്ളിയും തകർത്ത് കളഞ്ഞതിൽ പ്രതിഷേധിക്കുന്നു. അവർ സ്വീകരിച്ച നടപടികളെ അപലപിക്കുന്നു. ഇതര രൂപതകളിലെ വിശ്വാസികളുമായി നമ്മൾ ചേർന്ന് നടത്തിയ സംഗമങ്ങൾ, ധ്യാനങ്ങളൊക്കെ കുടിയേറ്റക്കാർക്ക് എന്നും ആവേശമായിരുന്നു. അവരുടെ മനസ്സിന് ഇടർച്ച വരുത്തിയവർ പൊതുസമൂഹത്തിൽ ക്രിസ്ത്യാനികളുടെ വില നശിപ്പിച്ച പണ്ടാശ്ശേരിക്കും ഇടവക വികാരി ഗുണ്ടിയെയും ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.